Good morning, children. Today we are discussing the lectures of the chapter Electromagnetic Induction. We have the question: write down the names of some devices that work based on the principle of electromagnetic induction. Electromagnetic induction principle ആയിട്ട് വരുന്ന ഒരുപാട് ഡിവൈസസുകളെ പറ്റി നമ്മൾ പഠിച്ചില്ലേ. ഇപ്പം ഇലക്ട്രിക് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, മൂവിങ് കോയിൽ, മൈക്രോഫോൺ, ഇൻഡക്ഷൻ കുക്കർ, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പലായിട്ട് വരുന്ന ഡിവൈസസ് ആണ്. Then what are the components essential for proving electromagnetic induction experimentally? നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ നമ്മൾ എക്സ്പെരിമെൻ്റായിട്ട് എങ്ങനെയാണ് ക്ലാസ്സിൽ ചെയ്തത്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സിൽ എന്തൊക്കെ ഡിവൈസസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ കോമ്പണൻറ്റ്സ് വേണം? മാഗ്നറ്റ് വേണം, സോഫ്റ്റ് അയൺ കോർ കണക്റ്റിംഗ് വയർ ആൻഡ് ഗാൽവനോമീറ്റർ. മാഗ്നറ്റ്, സോഫ്റ്റ് അയൺ കോർ കണക്റ്റിംഗ് വയർ, അതേപോലെ തന്നെ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്തിനാണ്? അവിടെ ഉണ്ടാകുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. മാഗ്നറ്റ് ഉപയോഗിച്ചാണ് അവിടെ ഫ്ലക്സിന് ചേഞ്ച് വരുത്തുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോഴാണ് ഇൻഡക്ഷൻ നടക്കുക. അപ്പോൾ അത് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻറ്റ്സ് ആണ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻറ്റ്സ് ആണ് മാഗ്നറ്റ്, സോഫ്റ്റ് അയൺ കോർ കണക്റ്റിംഗ് വയർ ആൻഡ് ഗാൽവനോമീറ്റർ. Which are the factors that affect the induced EMF in electromagnetic induction? Induced EMF-നെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽഡ് കണ്ടക്ടർ. സെക്കൻഡ് ഇസ് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. അതേപോലെ തന്നെ സ്പീഡും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുന്ന സ്പീഡും EMF-നെ, ഇൻഡ്യൂസ്ഡ് EMF-നെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. We have another question. Take a used cell from a calculator or remote control and connect it to a galvanometer as shown in figure. What do you observe? നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാൽക്കുലേറ്ററിൽ നിന്നോ അല്ല റിമോട്ടിൽ നിന്നോ ഒരു സെല്ലെടുത്തതിന് ശേഷം ഇത് ഗാൽവനോമീറ്ററായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് കാണാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാവുമോ? യെസ്, ദ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലെക്ട്സ് ടു വൺ ഡയറക്ഷൻ ബിക്കോസ് ദർ ഈസ് എ സ്ലൈറ്റ് കറണ്ട് ഫ്ലോ. അവിടെ ഒരു ചെറിയ കറണ്ട് ഫ്ലോ ഉള്ളതുകൊണ്ട് തന്നെ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഗാൽവനോമീറ്റർ നീഡിലിൻ്റെ വൺ ഡയറക്ഷനിലായിരിക്കും അല്ലേ? കാരണം നമുക്കറിയാം അവിടെ ഡയറക്റ്റ് കറണ്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗാൽവനോമീറ്ററിൽ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വൺ ഡയറക്ഷനിലായിരിക്കും. നെക്സ്റ്റ് ഇസ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് DC സോഴ്സസ്. DC സോഴ്സസിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ ബാറ്ററി, അതേപോലെ സോളാർ സെൽ, ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറയുന്നത് DC ജനറേറ്റർ കേട്ടോ. DC ജനറേറ്റർ, തെർമോകപ്പിൾ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? DC സോഴ്സസിന് എക്സാമ്പിൾസ് ആണ്. Now we have a figure. Write down the names of parts, number and state the working principle of this device. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൻ്റെ ചില പാർട്ടുകൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൽ ഇട്ടിരിക്കുന്ന പാർട്ടുകളുടെ പേരെന്താണെന്ന് എഴുതണം. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഈ ഡിവൈസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും എഴുതണം. ഏതൊക്കെയാണ് ആ നമ്പേർഡ് പാർട്സിൻ്റെ നെയിംസ്? നമ്പർ 1 നോട്ട് ചെയ്തിരിക്കുന്നതാണ് ഫീൽഡ് മാഗ്നറ്റ്, 2 is armature, 3 is the slip rings and 4 is the brushes. ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വരുന്നത്? Generators is a device that converts mechanical energy into electrical energy by making use of electromagnetic induction. Electromagnetic induction യൂസ് ചെയ്ത് എന്താണ്? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ജനറേറ്റേഴ്സ് ചെയ്യുക. Flux is changed and current is produced in the coil when the armature rotates from an axis. So current is induced due to the flux change. ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എന്താണ്? ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റൈറ്റ് ഡൗൺ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് AC ആൻഡ് DC. ACയുടെയും DCയുടെയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് വരിക? ഡയറക്റ്റ് കറണ്ടാണ് DC, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് എന്ത്? AC. D ഡയറക്റ്റ് കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് AC. ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ഇ എം എഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ഇ എം എഫ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെന്നുണ്ടെങ്കിലോ ഡയറക്ഷൻ ചേഞ്ച് കണ്ടിന്യൂസ്ലി. ഡയറക്ഷൻ ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇ എം എഫ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. ഇ എം എഫ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതാണ് എ സിയുടെയും ഡി സിയുടെയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, analyze the given graph and find out the instance at which the EMF is maximum and minimum. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അവിടെ ഇ എം എഫ് മാക്സിമം വരുന്ന പോയിൻറ്റ്സും മിനിമം വരുന്ന പോയിൻറ്റ്സും ഏതൊക്കെയാണെന്ന് പറയണം. മാക്സിമം വരുന്ന എവിടെയാണ്? T/4 അതേപോലെ 3T/4 ആണ് ഇ എം എഫ് മാക്സിമം വരുന്നത്. T/4 പോസിറ്റീവ് മാക്സിമം ആണ്, 3T/4 നെഗറ്റീവ് മാക്സിമം ആണ്. എന്നാൽ പോലും മാക്സിമം ഇ എം എഫ് നമുക്ക് കിട്ടുന്ന എപ്പോഴൊക്കെയാണ്? T/4 അതേപോലെ തന്നെ 3T/4 ആണ് നമുക്ക് മാക്സിമം ഇ എം എഫ് കിട്ടുന്നത്. ഇനി മിനിമമോ? മിനിമം ഇ എം എഫ് കിട്ടുന്നത് 0, T/2 ആൻഡ് T. 0യിലും T/2യിലും Tയിലുമാണ് എന്താ മിനിമം ഇ എം എഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനൊരു ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാക്സിമം ഇ എം എഫും മിനിമം ഇ എം എഫും ഏതൊക്കെ പോയിൻറ്റ്സിലാണ് കിട്ടുന്നതെന്നുള്ളത്. ദർ ഈസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ജനറേറ്റർ, എ സി ജനറേറ്റർ. റൈറ്റ് ഡൗൺ യുവർ റെസ്പോൺസ് അബൌട്ട് ദിസ് കമൻറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൺലി വൺ ടൈപ്പ് ജനറേറ്ററേ ഉള്ളൂ, അത് എ സി ജനറേറ്റർ ആണ്. എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ഔട്ട്പുട്ട്, generators can be classified into two types, AC generators and DC generators. ഒരു ടൈപ്പ് മാത്രമല്ല, AC generatorsഉം ഉണ്ട്, DC generatorsഉം ഉണ്ട്. Through AC current is produced in a DC generator with the help of split ring commutator. AC is converted into DC current. പക്ഷെ നമുക്ക് എന്താണ് ഒരു എ സി ജനറേറ്ററിനെ ഡി സി ജനറേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുപയോഗിച്ചിട്ട്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എ സി ഔട്ട്പുട്ട് കറണ്ടിനെ നമുക്ക് എന്താക്കി മാറ്റാൻ വേണ്ടി സാധിക്കും? ഡി സി ഔട്ട്പുട്ടായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. പക്ഷേ ടു ടൈപ്സ് ജനറേറ്റേഴ്സ് ഉണ്ട്, എ സി ജനറേറ്റേഴ്സ് ആൻഡ് ഡി സി ജനറേറ്റേഴ്സ്. Next we have the line diagrams of generator. We have some questions. What is the specialty of the electricity reaching the galvanometer if the armature of both the generators are made to rotate? രണ്ട് ആർമേച്ചറും റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും അവിടെ കിട്ടുന്ന ഇലക്ട്രിസിറ്റിയുടെ സ്പെഷ്യാലിറ്റി? ഡി സി ഇൻ ഫസ്റ്റ് ആൻഡ് എ സി ഇൻ സെക്കൻഡ്. ഫസ്റ്റ് ജനറേറ്ററിൽ നമുക്ക് ഡി സി കറണ്ടും കിട്ടും, സെക്കൻഡിലോ എ സി കറണ്ടും നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റൻ is, what is the speciality of the electricity reaching the galvanometer if the field magnets of both the generators are made to rotate? ഫീൽഡ് മാഗ്നറ്റും കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാലോ എന്ത് കറണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക? എ സി ഇൻ ബോത്ത്. രണ്ടിലും എ സി തന്നെ കിട്ടും. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും വരിക? രണ്ട് ജനറേറ്ററിലും ഫസ്റ്റിൽ ഡി സി ആണ് വരുന്നത്, സെക്കൻഡിൽ എ സി ആണെന്ന് പറഞ്ഞു അല്ലേ. ഡി സി ആകുമ്പോൾ നമുക്കറിയാം ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് ഡയറക്ഷൻ ചേഞ്ച് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? ഇ എം എഫിൽ ഇൻക്രീസും ഡിക്രീസും ഉണ്ടാവുന്നുണ്ട്. എ സി ആകുമ്പം ഡയറക്ഷൻ ചേഞ്ചും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇ എം എഫിലും വേരിയേഷൻ ഉണ്ട്. അവിടെയും ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും മാക്സിമവും മിനിമവും ഉണ്ടാവുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യേണ്ടത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ഏറ്റവും മാച്ച് ചെയ്യുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് നോക്കേണ്ടത്. ആദ്യത്തേത് ചാർജിങ് എ സബ്സ്റ്റൻസ്. സെക്കൻഡ് ഓപ്ഷൻ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കോയിൽ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ടു എ കോയിൽ. തേർഡ് ഓപ്ഷൻ പ്രോസസ് ഓഫ് റൊട്ടേറ്റിംഗ് ദ ആർമേച്ചർ ഓഫ് എ ജനറേറ്റർ. നെക്സ്റ്റ് process of making electricity by the relative motion of a magnet or a coiled conductor. ഇതിൽ ഏതാണ് ഏറ്റവും മാച്ചായിട്ട് വരുന്നത്? ലാസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ. പ്രോസസ് ഓഫ് മേക്കിംഗ് ഇലക്ട്രിസിറ്റി ബൈ ദ റിലേറ്റീവ് മോഷൻ ഓഫ് മാഗ്നറ്റ് ഓർ എ കോയിൽഡ് കണ്ടക്ടർ. കോയിൽഡ് കണ്ടക്ടറും മാഗ്നറ്റും തമ്മിലുണ്ടാവുന്ന റിലേറ്റീവ് മോഷനിൽ കൂടെ ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക്
ഇൻഡക്ഷൻ. അല്ലാതെ സബ്സ്റ്റൻസിനെ ചാർജ് ചെയ്യല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യല്ല, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സും അല്ല. Electromagnetic induction is process of making electricity by the relative motion of a magnet or a coiled conductor. Which is the device used to generate electricity? Generator, galvanometer, motor, ammeter. Generator ആണ് അല്ലേ, ഗാൽവനോമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് മോട്ടർ. അമ്മീറ്റർ നമ്മൾ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ദ ആൻസർ ഈസ് ജനറേറ്റർ. Generator is the device used to generate electricity. Next is write down the similarities and differences in the structure of AC generator and DC generator. നമുക്കറിയാം കറണ്ടിൽ വ്യത്യാസമുണ്ട്, എ സിയിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡി സിയിൽ എന്താണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി അത് തമ്മിലുള്ള എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും എന്തൊക്കെയാണ്? സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ് ആൻഡ് ആർമേച്ചർ ആർ പ്രസൻറ്റ്. ഫീൽഡ് മാഗ്നറ്റും ആർമേച്ചറും എ സി ജനറേറ്ററിലും ഡി സി ജനറേറ്ററിലും ഒരുപോലെ ഉണ്ട്. വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പൽ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. രണ്ടിൻ്റെയും പ്രിൻസിപ്പൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. എ സി പ്രൊഡ്യൂസ്ഡ് ഓൺ ആർമേച്ചർ. ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എ സി ആയിരിക്കും, എ സി ജനറേറ്ററിലും ഡി സി ജനറേറ്ററിലും. പിന്നെ വരുമ്പോൾ ഔട്ട്പുട്ടാണ് നമുക്ക് രണ്ടിലും വ്യത്യാസമായിട്ട് കിട്ടുന്നത്. ഇനി ഡിഫറൻസസ് എന്തൊക്കെയാണ്? എ സി ജനറേറ്ററിൽ നമ്മൾ സ്ലിപ്പ് റിംഗ് ആണ് ഉപയോഗിക്കുന്നത്, ഡി സിയിലോ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് സ്ലിപ്പ് റിംഗിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ഇൻ ഔട്ടർ സർക്യൂട്ട്. ഔട്ടർ സർക്യൂട്ടിലേക്ക് എ സി ആണ് നമുക്ക് കിട്ടുക. ഇനി ഡി സി ജനറേറ്ററിലോ ഡി സി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഔട്ടർ സർക്യൂട്ട്. ഔട്ടർ സർക്യൂട്ടിലേക്ക് വരുമ്പം ഡി സി ആണ് നമുക്ക് അവൈലബിൾ ആവുക. ആർമേച്ചർ ഓർ മാഗ്നറ്റ് ക്യാൻ ബി റൊട്ടേറ്റ്. ആർമേച്ചറും അതേപോലെ തന്നെ മാഗ്നറ്റും എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എ സി ജനറേറ്ററിൽ ഓൺലി ആർമേച്ചർ ക്യാൻ റൊട്ടേറ്റ്. ഡി സി ജനറേറ്ററിലാകുമ്പോഴോ ആർമേച്ചർ മാത്രമേ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. രണ്ടും കൂടെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ സി ആയിരിക്കും. ഓക്കെ, അപ്പം എ സി ജനറേറ്ററിൻ്റെയും ഡി സി ജനറേറ്ററിൻ്റെയും സിമിലാരിറ്റീസും ഡിഫറൻസസും എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. Next, a conductor hung horizontally in the north-south direction is connected to a galvanometer. The conductor is situated in a magnetic field acting in east-west direction. In which direction should you move the conductor if maximum current is to be induced in the conductor in the north-south direction? Justify your answer. ഒരു കണ്ടക്ടർ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഹൊറിസോണ്ടലായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗാൽവനോമീറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുമുണ്ട്. ദ കണ്ടക്ടർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഒരു സറൗണ്ടിലാണ് ഈ കണ്ടക്ടർ ഇരിക്കുന്നത്. In which direction should you move the conductor if the maximum current is to be induced? ഏത് ഡയറക്ഷനിൽ കണ്ടക്ടർ മൂവ് ചെയ്താലാണ് നമുക്ക് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF കിട്ടുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്താലായിരിക്കും? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടുവേർഡ്സ് ഈസ്റ്റ്, ഡൗൺവേർഡ്സ്, അപ്വേർഡ്സ്, ടുവേർഡ്സ് നോർത്ത്. ആൻസർ എന്താണ്? ഡൗൺവേർഡ്സ് അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് എന്താ നമ്മൾ ഡൗൺവേർഡ്സിൽ മൂവ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കാമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് നമുക്കറിയാലോ. Stretch the forefinger, middle finger and the thumb of the right hand in mutually perpendicular directions. If the forefinger represents the direction of the magnetic field and the thumb represents the direction of motion of the conductor, then the middle finger represents the direction of the induced current. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലാണിപ്പം കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിൽ ഡൗൺവേർഡ്സിൽ മൂവ് ചെയ്താലാണ് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF കിട്ടുക എന്ന് മനസ്സിലാക്കിയത്. അതിൻ്റെ ആൻസർ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ദ ആൻസർ ഇസ് ഡൗൺവേർഡ്സ് അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. 1 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ആൻസർ ചെയ്താൽ മതി. പക്ഷേ ഒരു കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്നും കൂടെ നിങ്ങൾ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Copper wires of same length and thickness are connected to points A and B in all the 3 circuits. In circuit A, copper wire is not coiled. In circuit B and C, the copper wire is coiled.
ഒബ്സർവ് ദ സർക്യൂട്ട് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. 3 ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. വെൻ സർക്യൂട്ട് എ ഈസ് സ്വിച്ച്ഡ് ഓൺ, വാട്ട് ഡു യു ഒബ്സർവ്? എ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ബൾബ് ഗ്ലോ ചെയ്യും അല്ലേ? സെക്കൻഡ് സിറ്റുവേഷൻ, വെൻ സർക്യൂട്ട് ബി ഈസ് സ്വിച്ച്ഡ് ഓൺ, വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. സെക്കൻഡ് സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? No change in the intensity of light. There is no back EMF produced as DC current is used in this circuit. അവിടെ DC കറണ്ടാണ് നമ്മൾ സപ്ലൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻറ്റൻസിറ്റിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല ബൾബിൻ്റെ. തേർഡ് സിറ്റുവേഷൻ, വെൻ സർക്യൂട്ട് സി സ്വിച്ച്ഡ് ഓൺ, വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. The intensity of light decreases, back EMF is produced in the circuit as AC current flows to it and current is decreased. നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന സോഴ്സ് എന്താണ്? AC സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം കോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരു ബാക്ക് EMF ഉണ്ടാവും. അത് നമ്മുടെ എന്ത് ചെയ്യാണ്? ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിക്രീസ് ചെയ്യും. അപ്പം 3 സർക്യൂട്ടുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. 3ൽ കൂടെയും കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരിക എന്ന് മനസ്സിലായി. കമ്മിങ് ക്വസ്റ്റ്യൻസ് വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദിസ് പോർഷൻ or questions, you can ask me. Thank you.